വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അഞ്ജിത പീറ്റർ. ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇടുവാണെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് എത്ര ഡോളർ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും? $1, $2, $10, $20 എവിടെന്ന്? ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൂഫ് കാണിച്ചു തരാം. അത് കണ്ടിട്ട് നിങ്ങളൊന്ന് ഞെട്ടാൻ റെഡി ആയിക്കോട്ടോ. ഇത് വേണ്ടോ? ഒറ്റ ഫോട്ടോയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് $54.59. നിങ്ങളത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്തോളൂ കേട്ടോ. പക്ഷെ ഈ ഒരൊറ്റ ഫോട്ടോയുടെ ആ ഒരു വ്യൂസ് നിങ്ങൾ കണ്ടോ? 1.2 മില്യൺ ആണ് വ്യൂസ് പോയേക്കുന്നത്. 73,000 സംതിങ് ആണ് അതിന്റെ എൻഗേജ്മെന്റ് പോയേക്കുന്നത്. അപ്പൊ ഒരു ഫോട്ടോവിന് എങ്ങനെ ഒരു $54 ഒക്കെ നമുക്ക് കിട്ടുക? നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യും, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിൻലി അപ്ലോഡ് ചെയ്യുന്നത്. വേറെ നമ്മൾ കോപ്പി എടുത്തൊന്നും ചെയ്യാറില്ല. അപ്പൊ എങ്ങനെ ഈ ഒരൊറ്റ ഫോട്ടോയിൽ നിന്ന് ഇത്രയും പൈസ കിട്ടിയെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. ഇനി പറ്റിപ്പാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. പക്ഷെ അക്കൗണ്ടില് ക്യാഷ് വന്നപ്പോ വിശ്വാസമായിരിക്കണം ഉണ്ണിയേ. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഫോട്ടോസും നിങ്ങളുടെ വീഡിയോസും നിങ്ങളുടെ കണ്ടന്റുകളൊക്കെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എങ്ങനെ ഏൺ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസ് ആണ് ഞാൻ ഇനി നമ്മുടെ ചാനലിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഒറ്റ സെറ്റിംഗ് മതി നിങ്ങളുടെ ആ ഒരു ഫേസ്ബുക്ക് ജേണിയിലേക്കുള്ള ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുവാണ് കേട്ടോ. അത് ഏത് സെറ്റിംഗ് ആണ് എന്നാണ് ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബെല്ലൈക്കനോടെ ഒന്ന് ചവിട്ടി പിടിച്ചേക്ക്. ഓക്കെ, പ്രൊഫഷണൽ മോഡ്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ പ്രൊഫഷണൽ മോഡ്? ഈ ഒരൊറ്റ പ്രൊഫഷണൽ മോഡിലേക്ക് നമ്മുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ നമ്മുടെ പേജിനെ നമ്മൾ കൺവേർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ എങ്ങനെയാണ് പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവരൊക്കെ നിങ്ങളുടെ ഫോൺ പെട്ടെന്ന് എടുത്തോ. ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലില് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഫോട്ടോ വരുന്ന ആ ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ പ്രൊഫൈൽ ഇവിടെ കാണും അല്ലെ? നമ്മുടെ താഴെ പോസ്റ്റ് അബൌട്ട് വീഡിയോസ് അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഫോട്ടോസും ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു രീതിയിൽ കാണും. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു 3 ഡോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എഡിറ്റ്, പ്രൊഫൈൽ സ്റ്റാറ്റസ്. അതിന്റെ താഴത്തേക്ക് വരുമ്പോൾ ഇത് കേട്ടോ, ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ്. അപ്പൊ ഞാനിവിടെ ഓൾറെഡി ഓൺ ചെയ്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ട് എന്റെ അടുത്ത് വേണമെങ്കിൽ ഓഫ് ചെയ്തോളാനാണ് ഫേസ്ബുക്ക് പറയുന്നത്. ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രൊഫഷണൽ മോഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഓൾറെഡി പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്ത ഒരു അക്കൗണ്ട് നിങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവാനല്ലേ? അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വേറൊരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് നിങ്ങളെ ഈ പ്രൊഫഷണൽ മോഡ് എങ്ങനെ ഓൺ ചെയ്യുന്നതെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഇരിക്കുവാണ്. എന്റെ ഡെഡിക്കേഷൻ ലെവൽ നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നമ്മുടെ പ്രൊഫൈൽ എടുക്കുക. പ്രൊഫൈലിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിലുള്ള നിങ്ങളുടെ ആ ഒരു ചിരിച്ചിരിക്കുന്ന ഫോട്ടോയില് ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക. നേരെ പ്രൊഫൈലിലേക്ക് പോവുക. അപ്പൊ നമ്മുടെ ഡീറ്റെയിൽ ഇത് ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അതില് റൈറ്റ് സൈഡിലുള്ള ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ബാക്കിയുള്ള ഐക്കൺസ് ഒക്കെ വന്നല്ലോ. ഫോളോ സെറ്റിംഗ്, പ്രൊഫൈൽ സ്റ്റാറ്റസ്, ആർഷീവ്, വ്യൂവേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി സാധനങ്ങൾ വന്നിട്ടുണ്ട്. സെക്കൻഡ് ലാസ്റ്റ് കിടക്കുന്ന ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്ന് പറയുന്ന ആ ഒരു ഐക്കൺ ആണ് നമുക്ക് ആവശ്യം. അപ്പൊ ആ ഐക്കണില് ഐശ്വര്യമായിട്ട് അങ്ങ് ക്ലിക്ക് ചെയ്തോളാം. അപ്പൊ ഐശ്വര്യമായിട്ട് നമ്മൾ അതിന്റെ ക്ലിക്ക് ചെയ്തപ്പോ വളരെ വർണ്ണശബലമായ ഒരു സാധനം നമുക്ക് കിട്ടി അല്ലെ? ഗെറ്റ് പെയ്ഡ് ഫോർ യുവർ കണ്ടന്റ്. നിങ്ങളുടെ കണ്ടന്റിന് നിങ്ങൾക്ക് ക്യാഷ് തരാനുള്ള ഒരു ഐക്കൺ ആണത്. സി കണ്ടന്റ് ഇൻസൈറ്റ്. എന്തോരം വ്യൂസ് കിട്ടി, എന്തോരം ലൈക്സ് കിട്ടി, നിങ്ങളുടെ എന്തോരം എൻഗേജ്മെന്റ് ഉണ്ട് നിങ്ങളുടെ ഓരോ പോസ്റ്റിൽ നിന്ന് കാണാൻ, അതിനെയാണ് ഇൻസൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻസൈറ്റിന് ഈ ഒരു പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്ത് നമ്മൾ അതിലേക്ക് എത്തും. ഗ്രോ യുവർ ഓഡിയൻസ്. ഓഡിയൻസിനെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുക. അതാണ് വേറൊരു സംഭവം. അപ്പൊ അത് ഐശ്വര്യമായിട്ട് നിങ്ങൾ അങ്ങ് ടേൺ ഓൺ ചെയ്തോളാം. ടേൺ ഓൺ ചെയ്തോ? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ടേൺ ഓൺ ചെയ്തപ്പോ കുറച്ച് കാര്യങ്ങൾ വന്നിട്ട് ഡിഫൈൻ യുവർ ഓഡിയൻസ്. എങ്ങനത്തെ ഓഡിയൻസ് ആണ്? ലേൺ അബൌട്ട് മോണിറ്റൈസേഷൻ ടൂൾസ് എന്തൊക്കെയാണ്? എക്സ്പ്ലോർ പ്രൊഫഷണൽ ടൂൾസ്, സെലിബ്രേറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ വെറുതെ ഒന്നും ചെയ്യണ്ട, നെക്സ്റ്റ് അടിച്ചു വിടാം. യു ക്യാൻ ലെറ്റ് മോർ പീപ്പിൾ സീ യുവർ കണ്ടന്റ്. ഡിഫൈൻ യുവർ ഓഡിയൻസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അതായത് നമ്മുടെ ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. 3 രീതിയിലുള്ള ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ട്. പബ്ലിക്, സജസ്റ്റ്, അതാണ് ഫേസ്ബുക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ ഫ്രണ്ട്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പോസ്റ്റ്. പിന്നെ കസ്റ്റം, നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ പോസ്റ്റ് ഇടുമ്പോൾ ആരൊക്കെ കാണാമെന്ന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇങ്ങനെ 3 ഓപ്ഷനാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പബ്ലിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. കാരണം പബ്ലിക് നമ്മുടെ പോസ്റ്റുകൾ കണ്ടാലാണ് നമുക്ക് അതിനകത്ത് വ്യൂസും എൻഗേജ്മെന്റും കൂടത്തുള്ളൂ. നമ്മൾ ഫ്രണ്ട്സ് മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ
ആ പബ്ലിക്കിലേക്ക് മാക്സിമം എത്തിക്കുക, ഷെയർ ചെയ്യുക, അതിനകത്ത് വ്യൂസ് കൂടുക, കമന്റ് കൂടുക, അതൊക്കെ അനുസരിച്ചാണ് നമ്മുടെ ബാക്കിയുള്ള പരിപാടി. അപ്പൊ നമ്മൾ ആ പബ്ലിക് എന്നുള്ളത് അങ്ങ് സെലക്ട് ചെയ്തേക്കാം. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് അടിച്ചോളാം, പൊക്കോട്ടെ. അപ്പൊ വീണ്ടും ഒരു ഐക്കൺ വന്നു, റിവ്യൂ സെലക്ഷൻ. ഹു കാൻ സീ യുവർ പോസ്റ്റ് സ്റ്റോറീസ് റീൽസ്, അത് പബ്ലിക് ആയിരിക്കും. അലോ അതർ ടു ഷെയർ യുവർ പ്രൊഫൈൽ സ്റ്റോറീസ്. യു ക്യാൻ കമന്റ് ഓൺ യുവർ പബ്ലിക് പോസ്റ്റ്. നമ്മുടെ പബ്ലിക് പോസ്റ്റിന് ആരൊക്കെ കമന്റ് ചെയ്യണം, പബ്ലിക് പ്രൊഫൈൽ ഇൻഫോ നോക്കണം. ഹു ക്യാൻ സീ ദ പീപ്പിൾ പേജസ് ആൻഡ് ലിസ്റ്റ് യുവർ ഫോളോ. അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കൺഫേം ചെയ്ത് കൊടുത്തേക്കാം. താഴെ കൺഫേം ബട്ടൺ കണ്ടല്ലേ, അതൊന്ന് കൺഫേം ചെയ്യാം. അപ്പോ നമ്മുടേത് ഇവിടെ ടേൺ ഓൺ ആയിരിക്കുകയാണ്. അപ്പോ ഇതിന്റെ തൊട്ട് താഴെ 2 ടൂൾസ്, മോണിറ്റൈസേഷൻ ടൂൾസ് ആണ്, ഈ സ്റ്റാർസും സബ്സ്ക്രിപ്ഷനും. അപ്പൊ നമുക്ക് എപ്പോഴാണോ അതിനെ നമ്മൾ ക്യാപ്പബിൾ ആവണം, അത് അപ്പോ ആ ഒരു സമയമാകുമ്പോഴത്തേനും നമ്മളത് ടേൺ ഓൺ ആകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്യുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് അടിച്ച് വീണ്ടും ഇവിടെ തീർന്നിട്ടില്ലാട്ടോ. യു ഹാവ് അൺലോക്ക്ഡ് എ ന്യൂ പ്രൊഫഷണൽ ടൂൾ ടു ഹെൽപ്പ് അച്ചീവ് യുവർ ഗോൾ. നമ്മുടെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നതിന് നമ്മൾ ഇപ്പോ പ്രൊഫഷണൽ മോഡ് നമ്മൾ അൺലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ലോക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ നേരെ ചെന്ന് സംഭവം അൺലോക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവാ. ഇനിയിപ്പോ ഫേസ്ബുക്കിലാണ് എന്റെ പ്രതീക്ഷ. യൂട്യൂബോ മോണിറ്റൈസേഷൻ ആയില്ല. ഇനി ഫേസ്ബുക്കിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി എങ്ങനെയും ഒക്കെ ജീവിക്കാന്നാണ് ഞാൻ വിചാരിക്കണത്. അങ്ങനെ ചിന്തിക്കുന്നവര് ധൈര്യമായിട്ട് പോയി അങ്ങ് ഓൺ ചെയ്യാം. Congrats, you are ready to start using professional mode. അപ്പോ നിങ്ങൾ പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്തു. ഇനി നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. നിങ്ങൾക്ക് ടൂൾസും കാര്യങ്ങളും ഒക്കെ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാം. അപ്പൊ എല്ലാ ദിവസവും ഓരോ വീഡിയോസ് വെച്ച് ഇടാനാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേ കമന്റിന്റെ അടിയിൽ ഒന്ന് എഴുതൂലേ, ഒരുമിച്ച് മുന്നേറാൻ ആരൊക്കെ, അപ്പൊ നമുക്ക് ഒരുമിച്ച് അങ്ങ് മുന്നേറാം. യൂട്യൂബിൽ കിടന്ന് കഷ്ടപ്പെടുന്നവര് ഇനി ഫേസ്ബുക്കിലൂടെ ഒരു കൈ ഒന്ന് നോക്ക്. ചിലപ്പോ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. അപ്പൊ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് ചെയ്യുന്നുള്ളൂ, നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് പറയാം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോട്ടോ. ഓക്കെ, ബൈ ബൈ.